കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അതെ, നിനക്ക് ഞാൻ എന്താ സമ്മാനം തരേണ്ടത്? സമ്മാനോ? എന്തിന്? ശാന്തി മുഹൂർത്തത്തിന് ഇനി ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ. അതിനാണോ സമ്മാനം തരുന്നത്? ഭാര്യയെ സമ്മാനങ്ങൾ നൽകി സന്തോഷിപ്പിക്കണമെന്നും സ്വാമി പറഞ്ഞായിരുന്നു. പറ, എന്ത് വേണം? ഒന്നും വേണ്ട. എപ്പോഴും ഏട്ടൻ എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. ഓ, എന്നാ പിന്നെ അല്ല, നീയല്ലേ പറഞ്ഞ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവണം. ഓഫീസിൽ പോയെ നാളെയും പോവാൻ ചെല്ലി അങ്ങോട്ട്. ഞാനൊന്നും Tingle, tingle, little star, how I wonder what you are. My son, where are you going? ഇതെന്താ വലിയ പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ? Yes, my son, I am singing song. എന്റെ അമ്മേ, ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ ഇങ്ങനെ ഇംഗ്ലീഷ് എടുത്ത് ഉപയോഗിച്ചാലേ കേൾക്കുന്നവർ കളിയാക്കും. കളിയാക്കുന്ന മാത്രല്ലടാ, അതെനിക്കും അറിയാം. I know. എന്നാലും ഞാൻ പാടും. അയ്യടാ, ആരല്ല എന്തെല്ലാം ഇംഗ്ലീഷ് പറയുന്നു, അതൊന്നും യാതൊരു കുഴപ്പമില്ല. ഞാൻ 2 വാക്ക് സ്പീച്ച് ചെയ്യാ, അതാ ഇപ്പൊ കുഴപ്പം. അയ്യോ, ഞാൻ വിട്ടു. അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞു. അതെ, ഞാൻ ഓഫീസിലേക്ക് പോവാം. അമ്മ ജ്യോതിയെ നോക്കിക്കൊള്ളണം. ബൈ. അയ്യോ, ഓ, ഞാൻ വീണ്ടും ഇംഗ്ലീഷ് പറയുക. ഞാൻ വല്ല കൊച്ചുകുട്ടി വല്ലതും ആണോ? അല്ല, ഇന്ന് മാത്രം എന്താ ഒരു പ്രത്യേകത? ഞാൻ പറഞ്ഞേ ഉള്ളൂ. അമ്മയുടെ ചെക്കപ്പിന്റെ കാര്യം നാളെയാ. ഞാൻ ഡോക്ടറെ വിളിച്ചിരുന്നു. ഓഹോ, ഞാൻ പോകോളാം. നീ പറഞ്ഞ് എന്നെ രോഗിയാക്കരുതേ. ഞാൻ ഈ അടുത്തൊന്നും മരിക്കില്ലടാ. ഞാൻ നിന്റെ കുഞ്ഞിനെയൊക്കെ കണ്ടിട്ടേ മരിക്കത്തുള്ളൂ. മൂകാംബിക ദേവി എന്റെ ആഗ്രഹം സാധിച്ചു തരും. ഐ ആം ഷുവർ. മോളെ, അയ്യോ, ഏട്ടൻ ഇതുവരെ പോയില്ലായിരുന്നോ? അതെങ്ങനെയാ? ഈ അമ്മ ഓരോന്ന് പറഞ്ഞു പിടിച്ചു നിർത്തിയിരിക്കുക. ഞാനാണോ നിന്നോട് പിടിച്ചു നിർത്തിയേക്കുന്നേ? മോളെ, ഞാൻ നിന്റെ ഡെലിവറിയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഈ അമ്മ എന്തൊക്കെയാ പറയുന്നേ? പറഞ്ഞോ കുഴപ്പം. നിന്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നിന്റെ കുട്ടികളെയൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ ഡാഡി വന്നിരിക്കുന്നു. അങ്കിള് വരുന്ന വിവരം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വണ്ടി അയക്കുമായിരുന്നല്ലോ. ഓ, അതൊന്നും വേണ്ട മോനെ. ഞാൻ ഓട്ടോയിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്താ ശീലം. ഞങ്ങള് പഴയ ആൾക്കാരല്ലേ, ഞങ്ങളുടെ ശീലങ്ങളൊന്നും മാറ്റാൻ പറ്റത്തില്ല. പ്രേമോളും അമ്മയൊക്കെ സുഖായിരിക്കുന്ന അച്ഛാ? അവർക്കൊന്നും ഒരു കുഴപ്പമില്ല മോളെ. അല്ല, രാവിലെ വിളിച്ചപ്പോ അച്ഛൻ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. പിന്നെന്താ പെട്ടെന്ന് അറിയിക്കാതെ ഒരു വരവ്? ഒരു ചെറിയ കാര്യം ഉണ്ടെന്ന് കൂട്ടിക്കോ. മോനെ, മോൻ പ്രിയമോളോടൊന്ന് സംസാരിക്കണം. എന്താ കാര്യം? അത് പിന്നെ അവൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ഞാൻ ഈ കാര്യം അവളോട് പറഞ്ഞിട്ട് അവൾ അമ്മിനും വില്ലിനും അടുക്കുന്നില്ല. മോനൊന്ന് സംസാരിച്ചാൽ അവൾ ചിലപ്പോ കേൾക്കും. പത്മാതിമേ, അവർ നല്ല താല്പര്യത്തിൽ നിൽക്കുക. അങ്കിള് പേടിക്കണ്ട, ഞാൻ പ്രിയോട് സംസാരിക്കാം. ജ്യോതി, അങ്കിളിന് കുടിക്കാൻ ചായ എടുത്തു കൊടുക്കും. അങ്കിളെ, ഞാനൊന്ന് ഓഫീസിൽ പോയിട്ട് വരാം. ശരി മോനെ. അമ്മേ, പോയിട്ട് വരാം. ശരി മകളെ. നിങ്ങൾ അച്ഛനും മോളും സംസാരിക്കേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. എന്താ മോളെ? Hello, Betties. What are you doing? Allah, what happened? എന്താ 3 പേരുടെ മുഖം കടന്നൽ കുത്തി പോലെ ഇരിക്കുന്നത്?
നിങ്ങളുടെ ഹസ്ബൻഡ് കയ്യിൽ നിന്ന് വല്ല വഴക്കോ തല്ല മറ്റോ എല്ലാം കിട്ടിയോ? ടെൽ മീ വാട്ട് ഈസ് മാറ്റർ? വേണ്ട, ഞങ്ങൾ അമ്മയോട് പിണക്കോ. വാട്ട് ബേബി, വാട്ട് ഹാപ്പൻ? ചിത്രേ, നീ കാര്യം പറ. ഇവരെന്തെങ്ങനെ പിണങ്ങിയിരിക്കുന്നത്? ഇവര് മാത്രമല്ല, ഞാനും അമ്മയുടെ പിണക്കോ. നീയും പിണങ്ങിയോ? കാര്യം എന്താണെന്ന് പറ ചിത്ര. കാര്യം എന്താണെന്ന് ഞാൻ പറയാം. മൂകാംബികയിൽ പോയിട്ട് വന്നേ പിന്നെ അമ്മയ്ക്ക് ഞങ്ങളുടെ കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയുമില്ല. ജ്യോതിയുടെയും ഡിക്കയുടെയും കാര്യം മാത്രം അമ്മ ശ്രദ്ധിക്കുന്നത്. ഞങ്ങളും ഈ വീട്ടിലെ മരുമക്കളല്ലേ. ജ്യോതിയേക്കാൾ ആദ്യം ഈ വീട്ടിൽ കല്യാണം കഴിച്ചു വന്നത് ഞങ്ങളല്ലേ. എന്തിനാ അമ്മ ഇങ്ങനെ വേർതിരിവ് കാണിക്കുന്നത്? നോ ബേട്ടീസ്, നോ വേർതിരിവ്. ഈ മദറിന് നിങ്ങൾ എല്ലാവരും ഈക്വല, ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ അവരോടിപ്പോ ഇത്തിരി സ്നേഹക്കൂടുതൽ കാണിക്കുന്നത് ഇപ്പോഴാണല്ലോ അവർ ഒരുമിച്ച് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയത്. നിങ്ങളൊക്കെ മുൻപേ കല്യാണം കഴിച്ചു വന്നവരല്ലേ, അവരങ്ങനെയാണോ? തല്ലും വഴക്കും ഒക്കെ ആയിട്ട് അവരുടെ ഒരു വർഷം വെറുതെ വേസ്റ്റായി പോയില്ലേ? ഇപ്പൊ അവര് പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടെ അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുക. അപ്പോഴല്ലേ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്? അതൊന്നുമല്ല. അമ്മയ്ക്കിപ്പോ ഏത് നിമിഷവും അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. ജ്യോതിക്കും ഡിക്കയ്ക്കും ഒരു കുഞ്ഞുണ്ടായി കാണാനാ അമ്മ ആഗ്രഹിക്കുന്നത്. സോ വാട്ട്? അപ്പോ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായി കാണണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമില്ലേ? എങ്ങനെ ഉണ്ടാവാനാ? ജ്യോതി ഇപ്പൊ അകത്തും നമ്മളൊക്കെ പുറത്തുമല്ലേ. ഭാവിയിൽ അടുക്കളക്കാരിയുടെ സ്ഥാനെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. കണ്ണന്തിര പറഞ്ഞാലുണ്ടല്ലോ മോന്തൊക്കെ കുത്തു ചെറിഞ്ഞാൻ. അഹങ്കാരി. അതെ, എനിക്ക് നിങ്ങളോട് ആരോടും ഒരു പക്ഷാഭേദവും ഇല്ല. ജ്യോതിക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നതും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നതും എനിക്ക് ഒരുപോലെ തന്നെയാ. അവളെക്കാൾ മുമ്പ് നിങ്ങൾ ഡെലിവറി ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്തു കാണിക്ക്. അവിടെയാ നിങ്ങളുടെയൊക്കെ മിടുക്ക്. എന്താ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? ലുക്കിലല്ല വർക്കില്ല കാര്യം. കാണട്ടെ നിങ്ങളുടെയൊക്കെ മിടുക്ക്. അല്ല പിന്നെ ഞങ്ങളോടാണോ വാശി? എന്നാ പിന്നെ ഇത് നടത്തിയിട്ടേ ഉള്ളൂ കാര്യം. മായച്ചി, വിട്ടുകൊടുക്കരുത്. അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതിന് മുൻപ് നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായേ പറ്റൂ. ഇപ്പൊ ഇതൊരു വാശിയാ. ദൃഷ്ടിദോഷം തട്ടാതിരിക്കാൻ പൂജിച്ച ഏലസുള. നിങ്ങളുടെ സ്നേഹവും സന്തോഷവും ഒക്കെ കാണുമ്പോ ആരുടെയെങ്കിലും കണ്ണുപെട്ടാലൊന്ന് പേടിച്ച് തിരുമേനിയോട് പ്രത്യേകം പറഞ്ഞ് പൂജിച്ച ഏലസുകളാ. ഇതൊന്നും പക്ഷെ ഏട്ടൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആ, മോള് കൊടുത്തു നോക്ക്. അച്ഛൻ കൊണ്ടുവന്നാന്ന് പറഞ്ഞാൽ ഡിക്കെ കെട്ടും, ഉറപ്പാ. എന്നോടാ ഇവിടെ വേറെ കളി. എന്ത് പറ്റി പത്മാവതിയമ്മ? ഒന്നുമില്ല സുധാരനാരെ. പിള്ളേര് പറയുവാ എനിക്ക് ഡിക്കയോടും ജ്യോതിയോടാ സ്നേഹക്കൂടുതലെന്ന്. അവൾമാരോടെ എനിക്കൊരു സ്നേഹവും ഇല്ലെന്ന്. എന്നിട്ട് അമ്മ എന്താ പറഞ്ഞേ? ഞാൻ ശരിക്കും കൊടുത്തിട്ടുണ്ട്. അല്ല, പത്മാവതി അമ്മയുടെ ജ്യോതിയോടുള്ള പെരുമാറ്റം കാണുമ്പോൾ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ജ്യോതി മോളെ സ്വന്തം മോളെ പോലല്ലേ പത്മാവതി അമ്മ കാണുന്നത്? അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. മരുമകളെ മകളായിട്ട് കാണാൻ പഠിക്കണം. അല്ലാതെ മരുമകളെ അന്യ വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടിയായിട്ട് കണ്ടാൽ ആ വീട്ടിൽ വഴക്കേ ഉണ്ടാവൂ. സ്വന്തം മകളായിട്ട് കണ്ടാ മതി. അവര് പരസ്പരം അങ്ങോട്ട് സ്നേഹിച്ചോളൂ. എല്ലാ വീട്ടിലും അതാ വേണ്ടത്.
ഉദാഹരണേ നിങ്ങളുടെ മോളെ ആളത്ര ചില്ലറക്കാരിയല്ല. അതെന്താ പത്മാവതി അങ്ങനെ പറഞ്ഞു? എത്ര വീരശൂര പരാക്രമിയായി കഴിഞ്ഞിരുന്ന എന്റെ മോനെ ദേ അവനിപ്പോഴേ ഇവിടെ സാരിത്തുമ്പില. ഈ അമ്മയുടെ ഒരു കാര്യം എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ സത്യം പറഞ്ഞല്ലേ. ഞാൻ ആരെയും സാരി തുമ്പിലൊന്നും കെട്ടിയിട്ടില്ല. അമ്മ കൂടെ നിന്നിട്ട് കാല് വരല്ലേ? ഞാൻ കാല് വരുന്നൊന്നും അല്ല ബേട്ടി. നിങ്ങളുടെ സ്നേഹവും സന്തോഷമൊക്കെ കണ്ടപ്പോഴേ അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാ. എന്റെ സ്വഭാവം അറിയാലോ, മനസ്സിലൊന്നും ഇരിക്കത്തില്ല. ഉള്ളത് മുഖത്ത് നോക്കി അങ്ങോട്ട് പറയും. അതൊക്കെ സ്നേഹക്കൂടുതൽ കൊണ്ടാ മോളെ. അറിയാമേ. എന്റെ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല പത്മാവതിയമ്മേ. ഇതുപോലൊരു വീട്ടിൽ ഇത്രയും സൗകര്യങ്ങളോടെ എന്റെ മോള് മഹാറാണിയെ പോലെ കഴിയുന്ന കാണുമ്പോ എനിക്ക് എത്ര സന്തോഷമാണെന്നോ. ഒരച്ഛൻ ഇതിൽ കൂടെ എന്തു വേണം? സുധാരണരെ, സമ്പത്തും സൗഭാഗ്യവും ഒക്കെ വരും പോകും. പക്ഷെ മനുഷ്യ തമ്മിലുള്ള സ്നേഹവും സന്തോഷവും ഒക്കെ അതെന്നും നിലനിൽക്കും. അതേ നിലനിൽക്കത്തുള്ളൂ. മരിച്ചിൽ കണ്ണൻ എനിക്ക് തന്ന ഉപദേശവാ. മോളെ, എന്നാ പിന്നെ അച്ഛൻ ഇറങ്ങട്ടെ. അയ്യോ, അച്ഛൻ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാം. അല്ല മോളെ, ചെന്നിട്ട് ചില കാര്യങ്ങളുണ്ട്. ഇറങ്ങട്ടെ പത്മാവതിയമ്മേ. ഓ പോട്ടെ മോളെ. ശരി എന്നാ, ടാറ്റ. മോളെ. മേ ഐ കം ഇൻ? യെസ് സർ. എന്താടോ? ഇതിപ്പോ വന്നതാ. വാട്ട്? 2.5 കോടി രൂപയോ? അതെ സർ. ഇത്രയും തുക ഫൈൻ വരാൻ എന്താ റീസൺ? നമ്മുടെ ടാക്സ് പേയ്മെന്റ്സ് എല്ലാം ക്ലിയർ ആണ് സർ. GST നമ്മൾ കൃത്യമായിട്ട് അടച്ചിട്ടുള്ളതുമാണ്. പിന്നെ എന്താ ഇത്? നിങ്ങൾ ആ ചാർട്ടേഡ് അക്കൗണ്ടിനെ വിളിച്ച് ഇതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറയും. ചെല സർ, അത് പിന്നെ എന്താടോ? ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ഉണ്ട് സർ. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? സർ, ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ അക്രിയേഷൻ നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ GSTയുടെ പ്രോബ്ലം. എനിക്ക് തോന്നുന്നത് ഇതിന് പിന്നിൽ മറ്റാരോ കളിക്കുന്നുണ്ടെന്നാണ് സർ. 7 ദിവസത്തിനകം 2.5 കോടി രൂപ പിഴ അടയ്ക്കണമെന്നൊക്കെ പറഞ്ഞാൽ അതിന് നമ്മൾ ഈ പെനാൽറ്റി അടയ്ക്കുന്നു ആര് പറഞ്ഞു? പിന്നെ എന്ത് ചെയ്യും സർ? നമ്മളിത് കോർട്ടിൽ ഫയൽ ചെയ്യും. കൃത്യമായി ടാക്സ് ഫയൽ ചെയ്യുന്ന കമ്പനിയാണ് നമ്മുടേത്. പിന്നെ നമ്മളെന്തിനീ പെനാൽറ്റി അടയ്ക്കണം? നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടിനെ വിളിച്ച് പെട്ടെന്ന് കോർട്ടിൽ മൂവ് ചെയ്യാൻ വേണ്ട പേപ്പേഴ്സ് റെഡിയാക്കാൻ പറയും. ശരി സർ. GST ഡിപ്പാർട്ട്മെന്റിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ശത്രുത തോന്നാൻ കാരണം അപ്പോ ആ ശത്രു മറഞ്ഞിരുന്ന് കളിക്കുന്നുണ്ട്. സർ, സർ, എന്താടോ? ഒരു പ്രശ്നമുണ്ട് സർ. എന്ത് പ്രശ്നം? അത് പിന്നെ ആ ഹരികുമാർ മേനോനെ അറസ്റ്റ് ചെയ്തു സർ. ആര്? അർജുൻ, താൻ വണ്ടി എടുക്കുക. ശരി സർ. കേക്കില്ലല്ലോ. നിനക്ക് കേൾക്കാൻ പറ്റില്ലടാ. പറഞ്ഞ കേട്ടില്ലടാ. മതി മതി. നിനക്കെന്നെ കേസിൽ പ്രതിയാക്കി ജയിലിൽ കയറ്റണം അല്ലടാ? നീ എന്ത് കരുതി? DKയുടെ ബലത്തിൽ എനിക്കെതിരെ എന്തും ചെയ്യാമെന്നോ?
ചവിട്ടി നിന്റെ നട്ടല് ഞാൻ ഓടിക്കും, അറിയോടാ? സാറേ, സാറിന്റെ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഇതുകൊണ്ടൊന്നും എന്നെ തോൽപ്പിക്കാനാവില്ല. ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറില്ല, ചത്താലും പിന്മാറില്ല. നീ കേസ് പിൻവലിക്കില്ല. ഇല്ല സാറേ, എന്റെ മോന്റെ ശരീരം കിടന്ന പോലെ സാറും ഒരു ദിവസം കിടക്കും. എന്ത് പറഞ്ഞടാ നായേ? Stop it. ഇങ്ങനെയിട്ട് തല്ലി ചതയ്ക്കാൻ ഇയാൾ എന്ത് തെറ്റാ ചെയ്തത്? അതൊക്കെ ഞാൻ ബോധ്യപ്പെടുത്തുന്നവരോട് ബോധ്യപ്പെടുത്തിക്കോളാം. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പോണം മിസ്റ്റർ. ബോധ്യപ്പെടുത്തേണ്ടവരോട് ബോധ്യപ്പെടുത്തുക തന്നെ വേണം. വക്കീലേ, അതും കൊടുക്ക. ഹലോ, അതാ സാർ, കമ്മീഷണർ ലൈനുണ്ട്. ഹലോ സർ. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല സർ. ഒരു സംശയം തീർക്കാൻ വേണ്ടി വിളിച്ചതാ. ഇപ്പൊ സംശയമെല്ലാം തീർന്നു. ഇപ്പൊ വിട്ടേക്ക് സർ. ഓക്കെ ഓക്കെ സർ. അയ്യോ, കമ്മീഷണറാ. ഇനി ഇയാളെ നിങ്ങളും കൊണ്ടുപോക്കോ. എനിക്ക് ഇയാളെ എന്തോ കാര്യത്തിന് പൊയ്ക്കോ. ഒരു മിനിറ്റ്. പിന്നെ ഇത് നിങ്ങൾക്കൊരു പാഠമായിരിക്കണം. വീണ്ടും ആവശ്യമില്ലാതെ എനിക്കെതിരെ കളിക്കാൻ ഇറങ്ങിയ ഇതായിരിക്കും ഫലം. അതാരായാലും. എന്നെ ഈ തല്ലി ചതച്ചതിനൊക്കെ ഒരു നാൾ നീ കണക്ക് പറയേണ്ടി വരും. നോക്കിക്കോ. സ്റ്റേഷനിൽ കയറി ഭീഷണിപ്പെടുത്തണോ നീ? വേണ്ട, നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഇനി ഇയാളെ തൊട്ട് അതിന്റെ വിവരം നീ അറിയും. എന്നെ ഒരു DK വന്നിരിക്കുന്നു. ഇതൊരു ടെസ്റ്റോസാ DK. എനിക്കെതിരെ നിങ്ങൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ ഇതും ഇതിനപ്പുറവും ഞാൻ ചെയ്യും. സംഭവിച്ചതിനൊക്കെ ക്ഷമ ചോദിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ മതി DK, ഇനി നിങ്ങളൊന്നും പറയണ്ട. എനിക്കറിയാം സംഭവിച്ചതൊന്നും നിങ്ങളുടെ കുറ്റം കൊണ്ടല്ലെന്ന്. എന്റെ വിധി ഇതൊക്കെ അനുഭവിക്കണമെന്ന് ജാതകത്തിൽ വിധിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാ DK, അവനെ ഞാൻ വിടില്ല. എന്തു പറഞ്ഞിട്ടാ അവൻ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്? കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അവൻ എന്നെ കാണാൻ വന്നിരുന്നു. ഈ കേസിൽ നിന്ന് പിന്തിരിയണമെന്നായിരുന്നു അവന്റെ ആവശ്യം. പിന്തിരിയുന്നതിന് അവൻ എനിക്ക് 25 ലക്ഷം രൂപയും ഓഫർ ചെയ്തു. അന്നവനെ ഞാൻ കൊല്ലാതെ വിട്ടതാ DK. എന്റെ മകന്റെ ചോരയ്ക്ക് കണക്ക് പറയാൻ വന്ന ആ പൊട്ടിയെ DK നോക്കിക്കോ, അവനെ കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിക്കും. ഈ കേസിൽ നിന്ന് നമ്മളൊരു ഇഞ്ച് പോലും പിന്നോട്ട് പോയില്ല. അഴിമതിയുടെ കറപുരണ്ട ഏതോ ഒരു ഉദ്യോഗസ്ഥന്റെ കാല് പിടിച്ച അവൻ വീണ്ടും ആ കസേര കയറിയത്. അത് വെച്ച് ഇനി ആരെങ്കിലും ദ്രോഹിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അവനെ എന്നേക്കുമായ യൂണിഫോമിൽ നിറക്കാനുള്ള വഴി നമ്മൾ ചെയ്യും. അതുകൊണ്ട് എന്താ കാര്യം DK? അവന്റെ സ്വഭാവം മാറോ? അവൻ ചെയ്ത തെറ്റില്ലാതാവോ? ഇല്ലല്ലോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? എന്റെ മനസ്സ് കിടന്ന് കത്തുക DK. എന്റെ പൊന്നു മോന്റെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലെപ്പോഴും ഇങ്ങനെ തെളിഞ്ഞു വരും. അവന്റെ അച്ഛനാണ് ഞാനെന്ന് ഞാൻ തെളിയിക്കും DK. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അത് ചിലപ്പോ കൂടുതൽ അപകടമാവും. അപകടമായാലെന്ത്, അല്ലെങ്കിൽ എന്ത്? എനിക്കിനി എന്ത് നോക്കാനാ DK? മുകളിൽ ആകാശം, താഴെ ഭൂമി, അത്രേ ഉള്ളൂ. എന്തായാലും അവനെ ഞാൻ വിടില്ല. അവന്റെ ജീവനും കൊണ്ടേ ഞാൻ പോകൂ. അപ്പൊ ശരി DK, ഞാൻ പോവുക.
അവിടെ എന്റെ ഭാര്യ തനിച്ച. ഞാൻ ചെന്നില്ലെങ്കിലേ അവള് പേടിക്കും. ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും അവൾക്ക് പേടിയാ. നിങ്ങളുടെ കുടുംബത്തിനുണ്ടായ ഈ വിധിക്ക് എന്ത് പകരം തരണമെന്നോ എങ്ങനെ പരിഹാരം കാണണമെന്നോ എനിക്കറിയില്ല. ഇതിനൊരു പരിഹാരമേ ഉള്ളൂ DK. എന്റെ മോന്റെ ചോരയ്ക്ക് പകരം അവന്റെ ചോര. അതല്ലാതെ ഇതിനൊരു പരിഹാരവുമില്ല. DKക്ക് പറ്റുമോ എന്റെ മകൻ കിടന്നതുപോലെ അവനെ എന്റെ മുമ്പിൽ കൊണ്ട് കിടത്തി തരാൻ? പറ്റുമോ DK? എനിക്കത് കാണണം. അത് കണ്ടാലേ എന്റെ മനസ്സൊന്ന് തണുക്കും.